ഹായ്. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് റിജക്ഷൻ ഈസ് ബ്ലെസ്സിങ് എന്ന പോലെ. ഒരു ഹ്യൂമൻ ബീയിനെ വളരെ ഡീപ്പായിട്ട് ഹേർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് റിജക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, റിജക്ഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും മൈൻഡിൽ വരുന്ന ഒരു പോയിന്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇല്ലല്ല നീ കൊള്ളില്ല, നിന്നെ പറ്റില്ല, അങ്ങനെ ഒരു, അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ സ്യൂട്ടല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ക്വാളിറ്റി, ആ ലെവലിലുള്ള ഒരു റിജക്ഷൻ ആയിരിക്കും മൈൻഡിൽ വരിക. ബട്ട് റിജക്ഷൻ റിയാലിറ്റിയിൽ അതല്ല. റിജക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു സാധനത്തിൽ കൺസിഡർ ചെയ്യപ്പെടുകയില്ല. ഓക്കെ, എന്തുകൊണ്ട് നമ്മളെ കൺസിഡർ ചെയ്യപ്പെട്ടില്ല എന്ന് നമുക്ക് പോലും അറിയാൻ പറ്റില്ല. ഓക്കെ, അതായത് ഒരു 100 പേരുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ റെഗുലറായിട്ട് കൺസിഡർ ചെയ്യപ്പെടുകയില്ല. കൺസിഡർ ചെയ്യപ്പെടാത്തൊരു സെക്ഷനായിട്ട് അവരൊരിക്കലും അവർ വിളിച്ചിട്ട് നമ്മളെടുത്തിട്ട് ഓക്കെ നിങ്ങൾ ഇന്ന കാരണം കൊണ്ട് റിജക്റ്റ് ചെയ്യപ്പെടാം, അങ്ങനെ ഒരു സാധനം ഉണ്ടല്ല. ആ ഒരു സെലക്ഷൻ പോകുന്ന സാധനത്തിൽ നമ്മൾ ഒരു കാലത്തും കൺസിഡർ ചെയ്യപ്പെടില്ല. ഓക്കെ, എന്തുകൊണ്ട് കൺസിഡർ ചെയ്യപ്പെടില്ല എന്ന് പോലും അറിയാൻ നമുക്ക് പറ്റില്ല. ഓക്കെ, പല കാര്യത്തിലും എന്തുകൊണ്ടാണ് ഞാൻ റിജക്റ്റ് ചെയ്യപ്പെടുന്നത് നമുക്ക് അറിയുക പോലും ചെയ്യില്ല. വൈ ഐ എം റിജക്റ്റഡ്. അറ്റ്ലീസ്റ്റ് അത് അറിയുകയാണെങ്കിൽ പോലും കുറച്ച് ബെറ്റർ തിങ് ആയിട്ട് പറയും. കാരണം വി ക്യാൻ വർക്ക് ഓൺ ഇറ്റ്, അതിൽ വർക്ക് ചെയ്യുക, ബെറ്റർ ആകുക, വി ക്യാൻ കം ബാക്ക്. അതിൻ്റെ ഒരു അക്കൗണ്ടബിലിറ്റി ഉള്ള ഒരു റിജക്ഷൻ ആയിട്ട് നമ്മളിപ്പോൾ ഫേസ് ചെയ്യുക. പലപ്പോഴും നമ്മളെ കൺസിഡർ ചെയ്യപ്പെടുക പോലും ചെയ്യില്ല. നമ്മളൊരു പലപ്പോഴും അതൊരു ഡിസ്ക്രിമിനേഷൻ ആവാം, സോഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളാവാം, അല്ലെങ്കിൽ ആൾക്കാരുടെ ചിന്താഗതി കൊണ്ടാവാം, പെർസെപ്ഷൻ കൊണ്ടാവാം, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ കൺസിഡർ ചെയ്യപ്പെടില്ല. ഇതിൽ ചില വ്യക്തികൾക്ക് ബെനിഫിറ്റ് പോകുമ്പോൾ ചില വ്യക്തികൾ ഇതുപോലെ എന്താ പറയുക റിജക്ഷൻ്റെ ഒരു ഫീലിലൂടെ പോകുമായിരിക്കാം. ബട്ട് ഐ ഫീൽ റിജക്ഷൻ ഈസ് ബ്ലെസ്സിങ് എന്നൊരു ലെവലിലാണ്. ഓക്കെ, എൻ്റെ നാട്ടിൽ ഓൾമോസ്റ്റ് 10th ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ, 10th സ്കൂളിങ്ങൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 മാസം ലീവുണ്ട്, വേനലവധി ലീവിൽ. ഓക്കെ, അപ്പോൾ വേനൽ ലീവ് ചെയ്യുന്ന സമയത്ത് ഈ സ്കൂൾ 10th ക്ലാസ് പഠിച്ച് കഴിഞ്ഞവരൊക്കെ എന്താ പറഞ്ഞാൽ അവിടെ നാട്ടിൽ വേറെ പണിക്ക് പോകണവർ, ഈ പെയിൻറ്റ് പണിക്ക് പോകണവർ, കെട്ട് പണിക്ക് പോകണവർ, ഇവരൊക്കെ എന്താ പറഞ്ഞാൽ ഇവർ വിളിച്ചിട്ട് പോകും, ജോലിക്ക് വിളിച്ചിട്ട് പോകും, പണിക്ക് കയ്യാളായിട്ട്. ഓക്കെ, ഓൾമോസ്റ്റ് 100 റുപ്പീസ് 150 റുപ്പീസൊക്കെ അവർക്ക് കൊടുക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു പ്രായത്തിൽ അത് കിട്ടുന്ന ഒരു വലിയ കാര്യമാണ്. അതിന് 150 രൂപ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഡേ ടു ഡേ കാര്യങ്ങൾക്ക് ചിലവിനൊക്കെ വേണ്ടി കിട്ടാം. വേറെ വഴിയിൽ നമുക്ക് ഇൻകം വരാൻ വഴിയില്ല. അപ്പോൾ ഇങ്ങനെ 10 വിളിച്ച് കഴിഞ്ഞവരെ 8ാം ക്ലാസ്, അതിന് 8, 7 ക്ലാസ് അതൊക്കെ കഴിയുമ്പോൾ തന്നെ അവരെ വിളിച്ചു കൊണ്ടുപോകും, പണിക്ക് ചേർക്കും ഒക്കെ ചെയ്യും. അപ്പോൾ എല്ലാവരെയും വിളിച്ച്, എൻ്റെ പ്രായത്തിലുള്ള അതേ ആൾക്കാരെ എല്ലാവരെയും വിളിച്ചിട്ട് പോകുമ്പോൾ എന്നെ മാത്രം വിളിച്ചിട്ട് പോയില്ല. ഓക്കെ, എന്നെ മാത്രം ജോലിക്ക് വിളിച്ചോട്ട് പോകില്ല. കാരണം എനിക്ക് വേറെ പൈസ വരാനൊന്നും വഴിയില്ല. അപ്പം എനിക്കും ഈ 100 റുപ്പീസ് 150 അതൊരു വലിയ കാര്യമായിരിക്കും. ഞാനും വിശ്വസിക്കും ഈ വർഷത്തെ പഠിത്തം കഴിഞ്ഞ് 2 മാസത്തെ ലീവ് വരുന്ന സമയത്ത് എന്നെ ഇതിൽ ആരെങ്കിലും ഒരാൾ ജോലിക്ക് വിളിച്ചിട്ട് പോകും. അപ്പോൾ എനിക്കും കിട്ടും ഒരു 150 രൂപ പെർ ഡേ എന്ന രീതിയിൽ ഞാൻ പ്രതീക്ഷിക്കും. പക്ഷെ അവരെ എല്ലാം വിളിച്ചിട്ട് പോകുന്ന സമയത്ത് എന്നെ വിളിച്ചിട്ട് പോകില്ല. അത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോഴും എനിക്ക് അറിഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ ഒരു ഇതാണെങ്കിൽ അവരുടെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാകും ഇവനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നുള്ള കാര്യം. ഓക്കെ, ആ സമയത്തൊക്കെ പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഭക്ഷണം കഴിക്കണമെങ്കിൽ ഭയങ്കര പേരാണ്. അപ്പോൾ ഇവനെ കൊണ്ട് തിന്നാനേ മാത്രമേ പറ്റുള്ളൂ, ഇവനെ വിളിച്ച് പോയി കണ്ടാൽ ശരിയാവില്ല, മര്യാദയ്ക്ക് ചെയ്യില്ല എന്നുള്ള ഫീലിലായിരിക്കാം. ചിലപ്പോൾ എന്നെ വിളിച്ച് പോകാതെ ബാക്കി എല്ലാവരെയും വിളിച്ചിട്ട് പോയി അവർക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടും. നമ്മളപ്പോൾ നോക്കി ഭയങ്കര ഒരു മോശം ഫീലിംഗ് ആ സമയത്ത്. കാരണം ആ സമയത്തൊക്കെ നാട്ടുപുറത്ത് ഇങ്ങനെ ബൈക്കിൽ ഒരാൾ ജേഴ്സിയൊക്കെ വിൽക്കാൻ വരും. ഓക്കെ, ഒരു ജേഴ്സിക്ക് 100 റുപ്പീസാണ്. ഓക്കെ, എല്ലാവരും ജേഴ്സി വാങ്ങുന്ന സമയത്ത് എനിക്ക് ജേഴ്സി വാങ്ങാൻ പൈസ ഇല്ലാതെ ഞാൻ നിൽക്കും. 100 റുപ്പീസ് ഇറക്കാൻ എനിക്ക് ആകെ പൈസ വരുന്നത് എപ്പോഴാണ് വിഷുവിനെ കൈനീട്ടം കിട്ടും. ആ പൈസ വെച്ചിട്ടായിരിക്കും ഞാൻ ഒരു ജേഴ്സി വാങ്ങണ്ടാവും. അന്ന് ജേഴ്സി വാങ്ങുന്ന സമയത്തും ഞാനൊരു CSK ഫാനാണ്, ചെന്നൈ ഫാനാണ്. ഞാൻ വാങ്ങിയത് കൊൽക്കത്തയുടെ ജേഴ്സി ആയിരുന്നു. കാരണം ചെന്നൈയുടെ ജേഴ്സി മഞ്ഞ ഇന്ന് പെട്ടെന്ന് ചളിയാവും, ഉപയോഗിക്കാൻ പറ്റില്ല, കൂടുതൽ പറ്റില്ല. എന്നിട്ട് KKR ആകുമ്പോൾ കറുപ്പാണ്, ചളി അറിയില്ല, കുറേ കാലം ഉപയോഗിക്കുക. അപ്പോൾ ഏറ്റവും എക്കണോമിക്കലാക്കുക എന്നുള്ളതുകൊണ്ട് തന്നെ ഒരൊറ്റ ജേഴ്സി ഞാൻ വാങ്ങിയിട്ടുള്ളൂ. ആ ജേഴ്സി പറഞ്ഞാൽ എനിക്ക് കൈനീട്ടം കിട്ടുന്ന പൈസ എടുത്ത് വെച്ച് അതിന് വേണ്ടി വാങ്ങാം. എല്ലാവരും ഇങ്ങനെ ആ ജേഴ്സിക്കാരൻ വരുമ്പോൾ ഓരോന്നും ഇത് വേണ്ട, അത് വേണ്ട, ഈ 2 ഞാൻ എടുക്കണം എന്ന് പറയുമ്പോൾ കയ്യിൽ കാശിറക്കാനില്ലാതെ നോക്കി നിൽക്കുന്നുണ്ട് ഞാൻ ആ സമയത്ത്. അപ്പോഴും എനിക്കൊരു അവസരം വന്നില്ല. അതാ പറഞ്ഞത്, എൻ്റെ മേലെ അവർക്ക് ഒരുപക്ഷെ മറ്റുള്ളവർക്ക് വിശ്വാസം ഉണ്ടാകില്ലായിരിക്കാം, ഇവനെ കൂട്ടിക്കൊണ്ട് പണി നടക്കില്ല, അങ്ങനെ കൂട്ടിട്ട് പോകാത്തത് നന്നായി എന്ന രീതിയിലാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം കൂട്ടിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ആ വഴിയേ പോയിട്ടുണ്ടാവും. ഓക്കെ, കാരണം ഞാൻ വളരെ ഒരു ലോവർ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന പേഴ്സണാണ്. അപ്പോൾ എനിക്കൊക്കെ കയ്യിൽ കുറച്ച് കാശ് വന്നു കഴിഞ്ഞാൽ ഓക്കെ ഇതൊക്കെ കിട്ടുന്നില്ല, അന്ന് ഈ റൂട്ടേ പോകുക എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂ പോവുള്ളൂ. എന്നാൽ ഓക്കെ നമുക്ക് 150 രൂപ കിട്ടുന്നുണ്ട്, ഇനിയിപ്പോൾ എന്താ ലൈഫ് സെറ്റ് എന്ന ലെവലിൽ ചിന്തിക്കുന്ന ഒരു പേഴ്സൺ തന്നെ, അങ്ങനെ എൻവയോൺമെൻറ്റിൽ ജീവിക്കുന്ന ഒരു പേഴ്സണാണ്. എനിക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഓപ്പൺ ആക്കി തന്നില്ല ആരും. കാരണം എന്താ പറയുക, ഒരു കൈത്തൊഴിൽ എന്ന രീതിയിൽ എന്നെ വിളിച്ചിട്ട് പോകാൻ ആരും വില്ലിങ് ആയിരുന്നില്ല. ഞാൻ വീട്ടിൽ തന്നെ
2 മാസം വെറുതെ ഇരിക്കും, 2 മാസം കഴിയുമ്പോൾ വേറെ ഒന്നുമില്ല, പഠിക്കാൻ പോയി തന്നെ പോകും. അങ്ങനെ പോയി എനിക്ക് +2 പോകേണ്ടി വന്നു. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഓക്കെ കോളേജിന് പോകേണ്ടി വന്നു. ഓക്കെ വേറെ എന്തെങ്കിലും ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ പഠിക്കാനൊന്നും പോയില്ല. ഓക്കെ അപ്പോൾ അത്രയും വലിയ റിജക്ഷൻ കൺസിഡർ ചെയ്യപ്പെടാതിരുന്ന സമയത്തും എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്തുകൊണ്ട് നമ്മളെ കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യം എനിക്ക് പല കാര്യത്തിലും അങ്ങനെ വരും. വൈ ഐ എം നോട്ട് കൺസിഡർ ചെയ്യാത്തത് ഒരു വിഷമമായിട്ട് തോന്നില്ല. കുറച്ചുകൂടെ ഏജായി വന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ഒരു കാര്യത്തിൽ എന്നെ കൺസിഡർ ചെയ്യാത്തത് ഒരു വിഷമമാകാറില്ല. പക്ഷേ എന്തുകൊണ്ട് റിജക്റ്റ് ചെയ്യപ്പെടുന്നു എന്നത് അറിയാത്തതൊരു പ്രശ്നമായി തോന്നാം. കാരണം വൈ ഐ എം റിജക്റ്റഡ്, ഐ വാണ്ട് ടു നോ ഇറ്റ്. ഓക്കെ വൈ ഐ എം നോട്ട് കൺസിഡേർഡ്, ഐ വാണ്ട് ദാറ്റ് റീസൺ എന്ന രീതിയിലാണ് ഞാൻ ചിന്തിക്കുക. ഐ വാണ്ട് ഓക്കെ പീപ്പിൾ യു ആർ നോട്ട് ഗുഡ് അറ്റ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഓക്കെ ഐ എം ഫൈൻ, ഐ ആം അക്സെപ്റ്റിംഗ്. യു ആർ നോട്ട് ലുക്കിംഗ് ഗുഡ് എന്ന് പറഞ്ഞാൽ ഓക്കെ ഐ എം ഫൈൻ, ഐ എം അക്സെപ്റ്റിംഗ്. അല്ലോ ഐ വാണ്ട് ടു നോ വൈ ഐ എം നോട്ട് കൺസിഡേർഡ്. കാരണം ഐ വാണ്ട് ടു ബി എന്താ പറയുക ബെറ്റർ ആയിരിക്കണം, ഐ വാണ്ട് ടു ബി എന്താ പറയുക നമുക്ക് ഡോറുകൾ ഓപ്പൺ ആകണം എന്ന രീതിയിൽ ചിന്തിക്കണം. ഒരവിടെ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഐ വാണ്ട് ടു നോ റീസൺ. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു ട്രൂ ആയിട്ടുള്ള റീസൺ ഉണ്ടെങ്കിൽ ഐ അക്സെപ്റ്റ് ചെയ്യും. നമ്മുടെ ഭാഗത്തൊരു കുറവ് വരുന്ന സമയത്ത് അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്തമാണ്. അത് വർക്ക് ഹാർഡർ ഓൺ ദാറ്റ് എന്ന ലെവൽ. പക്ഷേ ഒരു റിജക്ഷനിലും റീസൺ അറിയില്ല. ഓക്കെ പലവരെയും നമ്മുടെ ഫ്രണ്ടിൽ ഡോർ അടിക്കപ്പെടും, പലവരെയും നമുക്ക് ഡോർ ഓപ്പൺ ആക്കി കിടക്കില്ല. പക്ഷേ എന്തുകൊണ്ട് പോലും നമ്മൾ അറിയില്ല. വൈ ഐ എം റിജക്റ്റഡ് ഇൻ ദാറ്റ് സിറ്റുവേഷൻ. എന്തുകൊണ്ട് ആ സിറ്റുവേഷനിൽ എനിക്ക് ഓപ്പർച്യൂണിറ്റി വന്നില്ല, എന്തുകൊണ്ട് ആ പീപ്പിൾ എന്നെ കൺസിഡർ ചെയ്തില്ല. ഓക്കെ എപ്പോഴും ഒരു 100 പേരുടെ ക്യൂ എടുക്കുമ്പോൾ എന്തുകൊണ്ട് എപ്പോഴും എന്നെ അവസാനം പരിഗണിക്കണം. വൈ ഐ എം നോട്ട് ഇൻ ദ പ്രയോറിറ്റി ലിസ്റ്റ് എന്നൊരു ചോദ്യം എൻ്റെ ഉള്ളിൽ എപ്പോഴും വരും. വൈ ഐ എം നോട്ട് കൺസിഡേർഡ്. ബട്ട് അതെപ്പോഴും എന്നെ ബെറ്റർ ആകാൻ വേണ്ടി പുഷ് ചെയ്തുകൊണ്ടേയിരിക്കും. ഐ വാണ്ട് ടു കം അപ്പ് എന്ന ലൈഫിൽ അങ്ങനെ എന്നെ പുഷ് ചെയ്തുകൊണ്ട് ഐ വാണ്ട് ടു ഡു ബെറ്റർ തിങ്, ഐ വാണ്ട് ടു ബെറ്റർ തിങ് എന്ന ലെവലിൽ എന്നെ പുഷ്. ഒരു പക്ഷേ അവിടെയൊക്കെ ഒരു അക്സെപ്റ്റൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ നിർത്തിപ്പോവും. ഓക്കെ നമുക്ക് വേണ്ട സാധനം കിട്ടി, അക്സെപ്റ്റൻസ് കിട്ടി, ഓക്കെ ഐ എം ഫൈൻ, ഹാപ്പി എന്ന് പറഞ്ഞ ലെവലിൽ നിർത്തും. പക്ഷേ ഈ റെഗുലർ റിജക്ഷൻ ഫേസ് ചെയ്യുമ്പോൾ ഐ വാണ്ട് ടു ടേക്ക് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് മീ എന്ന ലെവലിൽ. കാരണം ഇനി എൻ്റെ മുന്നിൽ ഒരു ഡോറുകളും അടയ്ക്കപ്പെടരുത് എന്നൊരു ഫീൽ എനിക്ക് വരും. കാരണം നോ ഡോർ ഷുഡ് ക്ലോസ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. നമ്മളൊരു ഓപ്ഷൻ എടുക്കണം എന്ന് വിചാരിച്ചാൽ ആ ഓപ്ഷൻ എനിക്ക് അവിടെ ഓപ്പൺ ആയിരിക്കണം എന്ന ലെവലിലേക്ക് ഐ വാണ്ട് ടു ബിൽഡ് എന്ന ലെവലിലേക്ക് ഞാൻ ചിന്തിക്കുള്ളൂ. പക്ഷേ സം റിജക്ഷൻ എന്തുകൊണ്ട് സംഭവിക്കണം നമുക്ക് അറിയാറില്ല. പക്ഷേ ആ ഡോറുകളും ഫ്യൂച്ചർ ഡേയ്സിൽ ഞാൻ തുറന്നെടുക്കാറുണ്ട്. കാരണം ഒരു പക്ഷേ പാസ്റ്റിൽ എന്നെ റിജക്റ്റ് ചെയ്ത ഒരു ഡോറ് ഇന്ന് ഞാൻ ഓപ്പൺ ആക്കി എടുത്തിട്ടുണ്ട്. കാരണം അവരായിട്ട് തന്നെ എന്നെ ഓപ്പൺ ആക്കാം, എനിക്ക് വേണ്ടി ഓപ്പൺ ആകും. അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. കാരണം ഈവൻ യു റിജക്റ്റഡ് മീ, ഐ വിൽ മേക്ക് എ സിറ്റുവേഷൻ ദാറ്റ് യു ഹാവ് ടു കൺസിഡർ മീ എന്ന ലെവലിലേക്ക് കൊണ്ടുപോകണം. സോ റിജക്ഷൻ വിൽ ടേക്ക് യു ടു ബെറ്റർ തിങ്. നമുക്ക് എല്ലാ മനുഷ്യനും ആഗ്രഹങ്ങളുണ്ടാകും. പല ഏജിൽ നമ്മൾ പല കാര്യങ്ങളിലുള്ള ആഗ്രഹം കാണും. ചിലപ്പോൾ ആ ആഗ്രഹങ്ങളൊന്നും നടന്നൊന്നും വരില്ല. ചിലപ്പോൾ അവിടെ നിന്നൊക്കെ നമ്മൾ റിജക്റ്റ് ചെയ്യപ്പെടും, ആ ഓപ്പർച്യൂണിറ്റി നമുക്ക് ഡിനേ ചെയ്യപ്പെടും. എന്തുകൊണ്ട് എന്ന് പോലും നമ്മൾ അറിയില്ല. പക്ഷേ അതിന് ലൈഫിലൊരു ബെറ്റർ ആയിട്ടുള്ള റീസണും കൂടിയുണ്ട്. അത് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം, നമ്മളെ മേലോട്ട് പുഷ് ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് അന്ന് ഞാൻ റിജക്റ്റ് ചെയ്യപ്പെട്ടു എന്നതിനുള്ള ട്രൂ റീസൺ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം അതിനൊരു പോസിറ്റീവ് റീസണും കൂടിയുണ്ട്, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് സൈഡും കൂടിയുണ്ട്. കാരണം അവിടെ റിജക്റ്റ് ചെയ്യപ്പെട്ടതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടേക്ക് വളരാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ ഇവിടേക്ക് നിങ്ങൾക്ക് കയറി പോകാൻ കഴിഞ്ഞത് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിവ് വരും. പക്ഷെ അത് വരാൻ കുറച്ച് സമയമെടുക്കും. ഏതൊരു മനുഷ്യനെയും പോലെ നമുക്ക് ഏതൊരു കാര്യം സംഭവിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഹേർട്ടിങ് ഉണ്ടാവും, ഒരു ഡിസപ്പോയിൻമെൻറ്റ്സ് ഉണ്ടാവും. ബട്ട് ഓൺ ലോങ് റൺ it will make some kind of good impact in your life.